തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീധര മെഡിക്കൽ, 4 കെ വി തോമസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പോകാം നമുക്ക്. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു വലിയ പരിഗണനയാണ് അവർ നൽകുന്നത്. സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുമായിട്ട് കൂടി സംസാരിക്കാൻ തയ്യാറാണ്. അവരാണ് തീരുമാനം എടുക്കേണ്ടത്. ഫൈനൽ തീരുമാനം അവരാണ് എടുക്കേണ്ടത്. വരാൻ പോവാണ് അവർ. സാധാരണ ഓരോ സ്റ്റേറ്റിലും എയിംസ് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നതാണ് തീരുമാനം എടുക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന കോഴിക്കോടാണെന്ന് അവർക്കറിയാം. പല സന്ദർഭങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. വേണ്ട സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. നിയറസ്റ്റ് ഈ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ട് എവിടെയാണെന്ന് പരിശോധിക്കും. ഇങ്ങനെ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ഈ സംഘം ഇവിടെ എത്തി കോഴിക്കോട് പ്രപ്പോസ്ഡ് സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ആണ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ വരുമല്ലോ. ഇത് സ്വാഭാവികമായിട്ടും വരുമല്ലോ. അല്ലാതെ അവർ തീരുമാനിക്കും. മിനിസ്റ്റർ തീരുമാനിക്കും ആരാ വരേണ്ടതെന്ന് പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കും. അതെ, പാർലമെന്റ് സെഷൻ കഴിഞ്ഞാൽ തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് പ്രപ്പോസലാണ് അവർ സാധാരണ എടുക്കുക. ഇവിടെയും കോഴിക്കോട് തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത്. ആരോഗ്യ സെക്രട്ടറിയുടെ ചർച്ച നടത്തിയിട്ട് തങ്ങളുടെ കാര്യം പരിഹരിക്കാത്തൊരു വിഷമം ഉണ്ടെന്നാണ് ഇവരല്ലാതെ കൈകാര്യം അല്ല. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഈ പലതും തെറ്റിദ്ധാരണകളാണ്. എന്ന് അതിനെക്കുറിച്ച് നമ്മുടെ വാർത്ത പോകുന്നതിലുണ്ട്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അങ്കിതയാണ്. അവർ ആശയമല്ല കൈകാര്യം ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ സെക്രട്ടറിമാരുണ്ട്. എന്നെ വിളിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞിരുന്നു അവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയിംസിനെ കുറിച്ചാണ്. ഒരാൾ കൈകാര്യം ചെയ്യാത്ത വിഷയത്തെ ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. വയനാട് മെഡിക്കൽ കോളേജ് ആവശ്യമായി അതുമൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്താ മെഡിക്കൽ കോളേജ് അല്ല, ഞാൻ ഇപ്പം 4 കാര്യം ഞാൻ പറഞ്ഞു. ആ കാര്യത്തിൽ അപ്രൂവലായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂടിച്ചേർന്ന് അന്ന് എയിംസ് സംബന്ധിച്ചിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ തുടർ ചർച്ചയാണ് താങ്കൾ നടത്തിയത്. അത് CM പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ റിലീസുണ്ട്. അന്നത്തെ കാര്യത്തിൽ ഗവൺമെൻറ് റിലീസ്. ആ റിലീസ് ഒന്ന് നോക്കണം. അനൗപചാരിക ചർച്ച ഔദ്യോഗിക അത് അല്ലല്ല. അന്ന് എന്താ ചർച്ച നടത്തിയെന്ന് ഗവൺമെൻറ് റിലീസ് ഉണ്ടല്ലോ. ആ റിലീസിനപ്പുറത്തൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്നെ ഏൽപ്പിക്കുന്ന വിഷയമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. ഇത് എന്നെ ഏൽപ്പിക്കുന്ന വിഷയം മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് അന്ന് പറഞ്ഞപ്പോഴും ഞാനിത് തന്നെ പറഞ്ഞു. അന്ന് നിങ്ങൾ പറഞ്ഞ കണക്കറിയത്തില്ല ബബ്ബ പറഞ്ഞു എന്നെ ഏൽപ്പിച്ചാലേ ചെയ്യാൻ പറ്റും. ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് എന്നെ ഏൽപ്പിച്ച അതൊന്നും എനിക്കറിയില്ല. അത് എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയത്തിൽപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്ത് നിങ്ങളോട് പറയാം. എയിംസുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ മറ്റു പല സ്ഥലങ്ങളും കേന്ദ്രത്തിന് അതെ, 4 സ്ഥലങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ ചർച്ച എന്തെങ്കിലും പോയി അല്ല, അവർ പറയുന്നത് സാധാ ഇതുവരെയും എയിംസ് ആശമാരുടെ വിഷയം തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് കെ വി തോമസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധിയാണ് കെ വി തോമസ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.